electromagnetic field theory. Some questions. What is skin effect? What is its practical significance? ഞാനതിപ്പോൾ പോയിൻറ്റ്സ് എല്ലാം അങ്ങോട്ട് തരുന്നു. നിങ്ങൾക്ക് ഏത് രീതി ക്വസ്റ്റ്യൻ വരുന്നോ അതിനനുസരിച്ച് പോയിൻറ്റ്സ് എടുത്തുകൊള്ളുക. കാരണം സ്കിൻ എഫക്റ്റ് എന്ന് പറയുമ്പോൾ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ഒരു കണ്ടക്റ്റിംഗ് മീഡിയത്തിൽ കൂടെ കടത്തിവിടാൻ ശ്രമിച്ചാൽ ഒരു ചെറിയ തിക്നെസ് വരെ അത് പെനിട്രേറ്റ് ചെയ്യും. സർഫസിൽ ഇപ്പോൾ ഇതൊരു സർക്കുലർ ക്രോസ് സെക്ഷനുള്ള ഒരു കണ്ടക്ടറിൻ്റെ ക്രോസ് സെക്ഷൻ ആയിരിക്കട്ടെ. ഇതിൻ്റെ ഈ സർഫസിൽ ഡെൽറ്റ തിക്നെസ്, ഡെൽറ്റ എന്ന് പറഞ്ഞാൽ √2/μσω നമ്മൾ ഡിറൈവ് ചെയ്തിട്ടുണ്ട്. ഈ സ്കിന്നിൽ ഇതിനുള്ളിലേക്ക് പെനിട്രേറ്റ് ചെയ്യില്ല. ഇങ്ങനെ സർഫസിലെ ഒരു ചെറിയ തിക്നെസ് മാത്രമേ കണ്ടക്ഷൻ ഈ വേവ് പെനിട്രേറ്റ് ചെയ്യൂ. അത് സർഫസിലെ ഒരു ചെറിയ സർഫസിനുള്ളിലുള്ള ഡെൽറ്റ തിക്നെസ്, വളരെ സ്മോൾ തിക്നെസ് അത്. അതിനെ സ്കിൻ എഫക്റ്റ് എന്ന് പറയുക. ആ തിക്നെസ്സിനെ സ്കിൻ ഡെപ്ത് എന്ന് പറയുക. അപ്പോൾ ഞാൻ പോയിൻറ്റ്സ് പറയുന്നു. സ്കിൻ എഫക്റ്റ് ഇസ് ദി ഫിനോമിനൺ whereby electromagnetic waves attenuate കഴിഞ്ഞാൽ ആംപ്ലിറ്റ്യൂഡ് കുറഞ്ഞ് വരിക. attenuate rapidly while traversing a conducting medium. There is a tendency of charges to migrate from the bulk of the conducting material to the surface, resulting in higher resistance. അപ്പോൾ ഈ ബൾക്ക് മെറ്റീരിയൽ ഈ EM വേവ് കടത്തി വിടുന്നതിൽ പങ്കെടുക്കുന്നില്ല. സർഫസിലെ ഒരു ചെറിയ തിക്നെസ് മാത്രമേ അതിൽ പങ്കെടുക്കുന്നുള്ളൂ. ആ ബൾക്ക് എൻറ്റയർ വോളിയം അത് ഇൻവോൾവ് ആകുന്നില്ല. ഉള്ളിലുള്ള കണ്ടക്ഷൻ ഇലക്ട്രോൺസ് എല്ലാം സർഫസിലേക്ക് അപ്പോൾ ഒന്ന് മൈഗ്രേറ്റ് ചെയ്യും ഈ കണ്ടക്ഷൻ നടപടിക്കായിട്ട്. അതാണ് ഇപ്പോൾ പറഞ്ഞത്. റിസൾട്ടിങ് ഇൻ ഹയർ റെസിസ്റ്റൻസ്. അപ്പോൾ റെസിസ്റ്റൻസ് കൂടും. ഏരിയ കുറവല്ലേ, തിക്നെസ് ഇത് വളരെ കുറഞ്ഞ തിക്നെസ്സിൽ കൂടല്ലേ പോകുന്നത്. The electromagnetic fields and associated currents are confined to a very thin layer. A thin layer, ഡെൽറ്റ തിക്നെസ് ഉള്ള തിൻ ലെയർ. ആ തിൻ ലെയറിന് സ്കിൻ എന്ന് പറയുന്നു. തിൻ ലെയർ ഓഫ് ദി കണ്ടക്ടർ സർഫസ്. ദി സ്കിൻ ഡെപ്ത് is a measure of the depth to which electromagnetic waves can penetrate the conducting medium, given by delta equals square root of 2/μσω. ഇതിൻ്റെ പ്രാക്ടിക്കൽ സിഗ്നിഫിക്കൻസ്, അപ്പോൾ ഈ ഡെൽറ്റ തിക്നെസ്സിൽ കൂടുതലുള്ള തിക്നെസ് ഉള്ള ഒരു മെറ്റൽ കവറ് നമ്മൾ പ്രൊവൈഡ് ചെയ്താൽ ആ മെറ്റൽ കവറിനെ തുളഞ്ഞിറങ്ങി ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് അകത്ത് പ്രവേശിക്കില്ല. അപ്പോൾ അതൊരു ഷീൽഡിങ്ങാണ്, ഇലക്ട്രോ മാഗ്നറ്റിക് ഷീൽഡിങ്. അതൊരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ അകത്തിരിക്കുന്ന ഒരു സെൻസിറ്റീവ് മെഷീനെ, ഇൻസ്ട്രുമെൻറ്റിനെ എക്സ്ട്രാ വെളിയിൽ നിന്നും വരുന്ന ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിൻ്റെ ഡിസ്റ്റർബൻസസ് അഫക്റ്റ് ചെയ്യാതിരിക്കാൻ ആ ഇൻസ്ട്രുമെൻറ്റിനെ ഈ ഡെൽറ്റ തിക്നെസ്സിനേക്കാൾ കൂടിയ തിക്നെസ്സിലുള്ള ഒരു മെറ്റൽ കവർ കൊണ്ട് പൊതിഞ്ഞാൽ മതി. EM വേവ്സ് അകത്തേക്ക് പെനിട്രേറ്റ് ചെയ്യില്ല. അതിന് ഇലക്ട്രോ മാഗ്നറ്റിക് ഷീൽഡിങ് എന്ന് പറയുക. അപ്പോൾ ആപ്ലിക്കേഷൻ 1 ഫോർ ഇലക്ട്രോ മാഗ്നറ്റിക് ഷീൽഡിങ്. 2, സിൽവറിൻ്റെ സ്കിൻ ഡെപ്ത് വളരെ കുറവാണ്. അപ്പോൾ ഒരു കേബിളായിട്ട് സിൽവർ ഉപയോഗിക്കുകയാണെങ്കിൽ അത് സോളിഡ് വയറായിട്ട് ഉപയോഗിക്കുമ്പോൾ വലിയ കോസ്റ്റ് വരും. സിൽവറിന് വലിയ വിലയല്ലേ. അപ്പോൾ
സിൽവറിൻ്റെ ഡെൽറ്റ എക്സ്ട്രീംലി സ്മോളാണ്. അത്രയും തിക്നെസ് ഉള്ള ഒരു കോട്ടിങ് വില കുറഞ്ഞ മെറ്റലിലോ വല്ലതും സിൽവറിൻ്റെ ചെറിയൊരു കോട്ടിങ് കൊടുത്താൽ ആ കോട്ടിങ്ങിൽ കൂടി കണ്ടക്ഷൻ നടന്നോളും. ബൾക്ക് സിൽവർ ആണെങ്കിലും ഈ കോട്ടിങ്ങിൽ കൂടി ഒരേ എഫക്റ്റാണ്. അപ്പോൾ ബൾക്ക് സിൽവറിൻ്റെ ഉൾഭാഗം കൊണ്ട് ഒരു പ്രയോജനവുമില്ല. അപ്പോൾ തിൻ സിൽവർ കോട്ടിങ് ലോ കോസ്റ്റ് മെറ്റീരിയൽ നടത്തിയാൽ അത് പ്യുവർ സിൽവറിൻ്റെ ഫലം, സിൽവർ കണ്ടക്ടറിൻ്റെ ഫലം ചെയ്യും. ഇതാണ് പറയുക. അത് വേവ് ഗൈഡുകളിലൊക്കെ ഈ ടെക്നിക്ക് ഉപയോഗിക്കുന്നുണ്ട്, അതിൻ്റെ കമ്പോണൻസും ഒക്കെ കൺസ്ട്രക്റ്റ് ചെയ്യാൻ. അപ്പോൾ രണ്ടാമത്തെ ആപ്ലിക്കേഷൻ, സ്കിൻ ഡെപ്ത് ഓഫ് സിൽവർ ഈസ് വെരി സ്മോൾ, ദെർഫോർ വെരി തിൻ സിൽവർ കോട്ടിംഗ് on less costly materials is equally good as a pure silver, and so material cost can be reduced on waveguide components. മൂന്നാമത്തെ കണ്ടീഷൻ, ഏതായാലും ഉൾഭാഗം കൊണ്ടൊരു വിശേഷവുമില്ല, അപ്പോൾ പിന്നെ ഈ ഹോളോ പൈപ്പ് ഉപയോഗിച്ചാൽ മതി. ഈ വേവ് ഗൈഡ് ചാനലും ഒക്കെ ആയിട്ട് പഴയ ആൻറ്റിനകളൊക്കെ ആയിട്ട് ഹൈ ഫ്രീക്വൻസി മൈക്രോവേവ് ഇതുപോലുള്ളതിൻ്റെയൊക്കെ ആൻറ്റനയുടെ കമ്പോണൻ്റായിട്ട് വരുന്ന വേവ് ഗൈഡുകൾ ഹോളോ പൈപ്പ് ഉപയോഗിച്ചാൽ മതി, അലുമിനിയമോ ഒക്കെ ഉള്ള പൈപ്പുകൾ ഉപയോഗിച്ചാൽ മതി. അപ്പോൾ മൂന്നാമത്തെ, ഹോളോ ട്യൂബുലാർസ് are used instead of solid conductors in high frequency applications. അടുത്ത ക്വസ്റ്റ്യൻ്റെ ക്വസ്റ്റ്യൻ പിന്നെ എങ്ങനെയും ചോദിക്കട്ടെ, നിങ്ങൾ പോയിൻറ്റ്സ് അറിഞ്ഞു വെക്കുക. ജനറൽ ഫീച്ചേഴ്സ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ഇൻ കണ്ടക്റ്റിംഗ് മീഡിയ. ഫസ്റ്റ് വൺ, ദി വേവ് ഗെറ്റ്സ് അറ്റനുവേറ്റഡ് വിത്ത് പെനിട്രേഷൻ. അത് ഉള്ളിലൊക്കെ കടക്കും തോറും അതിൻ്റെ സ്ട്രെങ്ത് കുറഞ്ഞു വരും. അപ്പോൾ കണ്ടതാണല്ലോ. രണ്ട്, ദി വേവ് ഈസ് ട്രാൻസ്വേഴ്സ് വിത്ത് റെസ്പെക്ട് ടു ക്യാപിറ്റൽ ഇ ആൻഡ് ക്യാപിറ്റൽ എച്ച്. ഫ്രീ സ്പേസിലാവട്ടെ ഇ ആൻഡ് എച്ച് ആർ ഈച്ച് പെർപെൻഡിക്കുലർ ടു ദി ഡയറക്ഷൻ ഓഫ് പ്രോപ്പഗേഷൻ. ട്രാൻസ്വേഴ്സ് നേച്ചർ. മൂന്നാമത്തെ പോയിൻ്റ്, ഇ ആൻഡ് എച്ച് ആർ മ്യൂച്വലി പെർപെൻഡിക്കുലർ. അതും ഫ്രീ സ്പേസിലെ കൂട്ട് തന്നെ. ബട്ട് ഇവിടെ ഒരു വ്യത്യാസമുള്ള, എച്ച് ഈസ് മച്ച് ഗ്രേറ്റർ ദാൻ ഇ ഇൻ മാഗ്നിറ്റ്യൂഡ് ബട്ട് ലാഗ്സ് ഇൻ ഫേസ്. എച്ച് എപ്പോഴും ഇയേക്കാൾ ഫേസ് ലാഗ് ഉണ്ട്. ഫ്രീ സ്പേസിൽ അത് സെയിം ഫേസാണ്. ഇവിടെ ഫേസ് ഡിഫറൻസ് ഉണ്ട് മെറ്റലിനകത്ത്. 4, എനർജി ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ എനർജി ഫ്ലോ എന്നുള്ള അർത്ഥമുള്ളൂ. എനർജി ഫ്ലോ അല്ലെ എനർജി ഫ്ലക്സ് ഈസ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് വേവ് പ്രോപ്പഗേഷൻ ബട്ട് ഈസ് ഡാംഡ് എക്സ്പോണൻഷ്യലി. മെറ്റലിനകത്തൂടെ അത് എന്തോരം പെട്ടെന്ന് ഡാംഡ് ആകും. 5ാമത്തെ പോയിന്റ്, മാഗ്നറ്റിക് ഫീൽഡ് എനർജി ഡെൻസിറ്റീസ് എന്ന് പറഞ്ഞാൽ ഹാഫ് മ്യൂ എച്ച് സ്ക്വയർ. ഇലക്ട്രിക് ഫീൽഡ് എനർജി ഹാഫ് എപ്സിലോൺ ഇ സ്ക്വയർ. എച്ച് ഇവിടെ വലുതെന്ന് പറഞ്ഞല്ലോ, മാഗ്നിറ്റ്യൂഡ് കൂടുതൽ. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് എനർജിയാണ് ഇലക്ട്രിക് ഫീൽഡ് എനർജിയേക്കാൾ മെറ്റലിൽ കൂടുതൽ. അപ്പോൾ 5ാമത്തെ പോയിന്റ്, മാഗ്നറ്റിക് ഫീൽഡ് എനർജി ഡെൻസിറ്റി ഈസ് മച്ച് ഗ്രേറ്റർ ദാൻ ഇലക്ട്രിക് ഫീൽഡ് എനർജി ഡെൻസിറ്റി ബട്ട് ബോത്ത് ആർ ഡാംഡ് ഓഫ് എക്സ്പോണൻഷ്യലി. അപ്പോൾ ഇതൊരു ഡിസിപ്പേറ്റീവ് മീഡിയ മെറ്റൽ ആസ് ഫാർ ആസ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ആർ കൺസേൺഡ്. അടുത്ത ചോദ്യം, എ ഡയലക്ട്രിക് മെറ്റീരിയൽ ഈസ് പ്ലേസ്ഡ് ബിറ്റ്വീൻ ദി പ്ലേറ്റ്സ് ഓഫ് എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ. ഒബ്റ്റെയിൻ ആൻ എക്സ്പ്രഷൻ ഫോർ കറണ്ട് ഡെൻസിറ്റി ആൻഡ് എക്സ്പ്ലെയിൻ. ഞാനിത് പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഇലക്ട്രിക് ഡിസ്പ്ലേസ്മെൻറ്റ് ഡി ഈക്വൽസ് എപ്സിലോൺ 0 ഇൻറ്റു ഇ പ്ലസ് P, where P is the polarization vector or
ഇൻഡ്യൂസ്ഡ് ഡൈപോൾ മൊമെൻറ്റ് പെർ യൂണിറ്റ് വോളിയം. ഇത് ഞാൻ ഡിറൈവ് ചെയ്തിട്ടുണ്ട്. ഇതിനെ ടി കൊണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് അപ്പം ജെ ഡി കിട്ടും. ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് ഡെൻസിറ്റി ജെ ഡി ഈക്വൽസ് ഡി ഡി ബൈ ഡി ടി എന്ന് പറയുമ്പോൾ എപ്സിലോൺ 0 ഇൻറ്റു ഡി ഇ ബൈ ഡി ടി പ്ലസ് ഡി പി ബൈ ഡി ടി. ഇതിൽ ഈ ഡി പി ബൈ ഡി ടി ദറ്റ് ഈസ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പോളറൈസേഷൻ. പോളറൈസേഷൻ എന്ന് പറഞ്ഞാൽ ചാർജ് ഇൻഡിവിജ്വൽ മോളിക്യൂൾസിലെ ചാർജ് അകന്നു മാറുകയോ ഒക്കെ ചെയ്യുക, പുതുതായിട്ട് ഡൈപോൾ ക്രിയേറ്റ് ചെയ്യുക. അപ്പം ഈ പോളറൈസേഷൻ ഡി പി ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പോളറൈസേഷനാണ്. അപ്പം ചാർജിൻ്റെ ആക്ച്വൽ ഷിഫ്റ്റിന് വ്യത്യാസം ഉണ്ടാകുന്നുണ്ട്. അതിപ്പോൾ ചാർജിൻ്റെ പാസേജിന് തുല്യമാണ്. ചാർജിൻ്റെ ഷിഫ്റ്റ്, ചാർജ് തമ്മിൽ അകന്ന് മാറുകയൊക്കെ ചെയ്യുന്നതാണ് പോളറൈസേഷൻ എന്ന് പറയുന്നത്. അല്ലെ ചാർജ് തിരിയുക, ഓറിയൻറ്റേഷണൽ പോളറൈസേഷൻ, ഇതെല്ലാം വിശദമായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആക്ച്വൽ മൂവ്മെൻറ്റ് ഓഫ് ചാർജിനെ സൂചിപ്പിക്കുന്നതാണ് ഡി പി ബൈ ഡി ടി. അതപ്പോൾ കണ്ടക്ഷൻ കറണ്ട് ഡെൻസിറ്റിയുടെ ഒരു മെഷറാണ് ഡി പി ബൈ ഡി ടി. എപ്സിലോൺ 0 ഇൻറ്റു ഡി ഇ ബൈ ഡി ടി എന്ന് പറഞ്ഞ ഈ ടേം ഇവിടെ ചാർജിൻ്റെ ഷിഫ്റ്റ് ഒന്നും വരുന്നില്ല, ഇലക്ട്രിക് ഫീൽഡിൻ്റെ ചേഞ്ചിൻ്റെ റേറ്റേ വരുന്നുള്ളൂ. അപ്പോൾ ഇതാണ് പ്യുവർ ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട്. ഇത് ഒരു തരം കണ്ടക്ഷൻ കറണ്ട് തന്നെയാണ് എന്ന് പറയാം. അപ്പോൾ ഇത്ര എഴുതിയിട്ട് ഡി പി ബൈ ഡി ടി റെപ്രസെൻറ്റ്സ് എ കണ്ടക്ഷൻ കറണ്ട്. അത് ഇൻവേർട്ടഡ് കോമ കൊടുക്കുക, കാരണം ഇത് മെറ്റലിൽ നടക്കുന്ന കണ്ടക്ഷൻ കറണ്ട് അല്ല. പോളറൈസേഷൻ മൂലം ചാർജസിനുണ്ടാകുന്ന ഷിഫ്റ്റിലുള്ള ചേഞ്ച്. അപ്പോൾ അവിടെ ഒരു ചാർജ് മൂവ്മെൻറ്റ് നടക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ അതിനെ കണ്ടക്ഷൻ കറണ്ട് എന്നങ്ങ് വിളിക്കുന്നു. അത് ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ടിൻ്റെ ഒരു ഭാഗമായി ഇവിടെ സത്യത്തിൽ ഈ ഡയലക്ട്രിക് മെറ്റീരിയൽ. അപ്പോൾ ഡി പി ബൈ ഡി ടി റെപ്രസെൻറ്റ്സ് എ കണ്ടക്ഷൻ കറണ്ട് ഡെൻസിറ്റി ഇൻ ദി സെൻസ് ദാറ്റ് വൈൽ ദി പോളറൈസേഷൻ ഇൻ എ ഡയലക്ട്രിക് is changing, dp by dt, there is an actual shift of displaced charges across a section of the dielectric. The term epsilon 0 into dE by dt does not represent any motion of charged particles, but is the term which must be added to make the current the same at all പോയിൻറ്റ്സ്. ഇപ്പോൾ ഈ മെറ്റൽ പ്ലേറ്റിനുള്ളിൽ ഫ്രീ സ്പേസോ വാക്യൂമോ ആണെങ്കിൽ P0 മോളിക്യൂൾസ് ഒന്നും ഇല്ലല്ലോ ഫ്രീ സ്പേസ്. അപ്പം പിന്നെ പോളറൈസേഷൻ അങ്ങനെ നടക്കുന്നത്. അപ്പോൾ ഡി പി ബൈ ഡി ടി 0. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് എന്ന് പറഞ്ഞാൽ എപ്സിലോൺ 0 ഇൻറ്റു ഡി ഇ ബൈ ഡി ടി മാത്രമാണ്. അപ്പോൾ ഇഫ് ദി ഡയലക്ട്രിക് ഈസ് പ്ലേസ്ഡ് is replaced by vacuum P equals 0 and the entire current density is due to the change in E. അടുത്ത ചോദ്യം, എ ലീക്കി കപ്പാസിറ്റർ ഇത് പറഞ്ഞാൽ അതിൻ്റെ ഡയലക്ട്രിക് കോറ് ചാർജിനെ ചെറുതായിട്ട് കടത്തിവിടുന്നു. ലീക്കി, എല്ലാം യഥാർത്ഥത്തിൽ അത് തന്നെ ലീക്കിയാണ്. എ ലീക്കി കപ്പാസിറ്റർ, അപ്പോൾ അതിനൊരു പ്രത്യേക റെസിസ്റ്റൻസ് ഉണ്ടാകും, ഹൈ ഓമ. എ ലീക്കി കപ്പാസിറ്റർ 100 microfarad ആൻഡ് റെസിസ്റ്റൻസ് 10⁻⁶ ohm അല്ലെ 1 mega-ohm is connected across a steady voltage of 100 volts. Find the current and its nature. Find the current and its nature. That's A part. B, if the applied voltage is of the form V equals 100 plus 10t, 10 into t, 100 വേറെ 100 plus 10ൻ്റെ കൂടെ മാത്രം t, 10t, find the current values at t equals 20 seconds. ഒക്കെ അറിയാം. I ഈക്വൽസ് ആദ്യത്തെ പാർട്ടിൽ 100 വോൾട്ട്
സ്റ്റഡി വാല്യൂ ഉള്ള ഡി സി അപ്ലൈ ചെയ്യുന്നെന്ന് പറയുന്നുണ്ട്. ലീക്കി ഡയലക്ട്രിക് കോർ ആ കപ്പാസിറ്ററിനുള്ളത്. എങ്കിൽ കണ്ടക്ഷൻ കറണ്ട് മാത്രമേ അതിലുള്ളൂ. I ഈക്വൽസ് V/R. ദറ്റ് ഈസ് 100/10⁻⁶ or 10⁻⁻4 ആംപിയർ. ഇത് കണ്ടക്ഷൻ കറണ്ടാണ്. ഇവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് ഇല്ല. ഇപ്പോൾ സ്റ്റഡി വോൾട്ടേജ് അപ്ലൈ ചെയ്യുമ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ്. സോ ദിസ് ഈസ് കണ്ടക്ഷൻ കറണ്ട് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് ഈസ് 0. ഇനിയും പറഞ്ഞിരിക്കുന്നത് അപ്ലൈഡ് വോൾട്ടേജ് ടൈം ഡിപ്പെൻഡൻ്റാണ്. V ഈക്വൽസ് 100 + 10t. അറ്റ് t ഈക്വൽസ് 20 സെക്കൻഡ് T20 ഇട്ട് കഴിയുമ്പോൾ V ഈക്വൽസ് 100 + 10 × 20 or 300 volts. എങ്കിൽ കണ്ടക്ഷൻ കറണ്ട് I കണ്ടക്ഷൻ ഈക്വൽസ് V/R. ദറ്റ് ഈസ് 300/10⁻⁻6 or 3 × 10⁻⁴ ആംപിയർ. അപ്പോൾ ഈ കണ്ടീഷനിൽ 20 സെക്കൻഡ് കഴിയുമ്പോൾ ഉള്ള കണ്ടക്ഷൻ കറണ്ട് ഇത്രയുമാണ്, 3 × 10⁻⁴ ആംപിയർ. ഇനി ഡിസ്പ്ലേസ്മെൻറ്റ് D ഈക്വൽസ് Q/A. കാരണം സർഫസ് ഇൻ്റഗ്രൽ ഓഫ് D.A ഈസ് ഈക്വൽ ടു Q. ഗോസ് ലോ റിലേറ്റിംഗ് ഇലക്ട്രിക് ഡിസ്പ്ലേസ്മെൻറ്റ് D. അല്ല, D × ഏരിയ ഈക്വൽസ് Q. മറ്റേ E × ഏരിയ ഈക്വൽസ് 1/ε0 × Q ആണ് ഇൻറ്റൻസിറ്റി എടുത്താൽ. അപ്പോൾ അവിടുന്ന് D ഈക്വൽസ് Q/A. D × A എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രൽ ഓഫ് DS. ഇപ്പോൾ അല്ല, ഇൻ്റഗ്രൽ D.ds അതാ ഈ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ഫലത്തിലെ വാല്യൂ എന്ന് പറഞ്ഞാൽ D ഈക്വൽസ് Q/A. Q എന്ന് പറഞ്ഞാൽ CV ആണ്, കപ്പാസിറ്ററിൻ്റെ ചാർജ്. Q ഈക്വൽസ് CV/A ഈക്വൽ C × V എന്ന് പറഞ്ഞാൽ 100 + 10t/A. എങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് ഡെൻസിറ്റി JD ഈക്വൽസ് dD/dt. ദറ്റ് ഈസ് C/A × 100 + 0. 100 + 0 + 10 t. 10. 100 is a constant differential 0 plus 10 t യുടെ differential with respect to t is 10. എന്ന് പറയുമ്പോൾ 10 C/A. ദറ്റ് ഈസ് അങ്ങനെ ഉണ്ടെങ്കിൽ ID കറണ്ട് ഡെൻസിറ്റി ചെയ്ത് A എന്ന് പറഞ്ഞാൽ I/A ആണ്. ദെർഫോർ I ഈക്വൽസ് J × A. അപ്പോൾ കറണ്ട് ഡെൻസിറ്റി ടോട്ടൽ കറണ്ട് ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് ID ഈക്വൽസ് A × JD ഈക്വൽസ് A × 10C/A എന്ന് പറഞ്ഞാൽ 10C. ദറ്റ് ഈസ് 10 × C. 100 മൈക്രോഫാരഡും തന്നിട്ടുണ്ട്. അപ്പോൾ 100 × 10⁻⁶ ദറ്റ് ഈസ് 10⁻³ ആംപിയർ. ഇതാണ് ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് 10 സെക്കൻഡ് കഴിയുമ്പോൾ. അപ്പോൾ എപ്പോഴും ഇതിപ്പോൾ ഒരു കോൺസ്റ്റൻ്റാണ്. എങ്കിൽ ടോട്ടൽ കറണ്ട് I ഈക്വൽസ് I കണ്ടക്ഷൻ പ്ലസ് I ഡിസ്പ്ലേസ്മെൻറ്റ്. I കണ്ടക്ഷൻ മുമ്പേ കണ്ടു 3 × 10⁻⁴ പ്ലസ് I കണ്ടക്ഷൻ പ്ലസ് I ഡിസ്പ്ലേസ്മെൻറ്റ് 10⁻³ എന്ന് പറഞ്ഞാൽ അത് 3 എത്ര വരും? 3 × 10⁻⁴ പ്ലസ് 10⁻³ 3 × 10⁻⁴ പ്ലസ് 10⁻³ 10⁻³ എന്ന് പറഞ്ഞാൽ 10 × 10⁻⁴. അപ്പോൾ ഭാരതി 13 × 10⁻⁴ ആംപിയർ എന്ന് വരും. സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കുക. പ്ലേലിസ്റ്റിലുണ്ടിത്. താങ്ക്